Hi friends, JFC-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സ്പെഷ്യൽ എന്താ അറിയോ? ഓറിയോ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയേക്കോട്ടെ. അതിനിതാപ്പോൾ നമ്മളെ കയ്യിൽ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ഉള്ളത്, എഗ്ഗോ അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒന്നും ഇല്ലാതെ കിടലനാക്കി ഉണ്ടാക്കിയേക്കോ. വീട്ടിലൊക്കെ കിടലനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ കേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കി നോക്കിയാലല്ലേ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചേർക്കുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോ കണ്ടു പോകാം. ഏകദേശം 6 ബിസ്ക്കറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെന്ത് ചെയ്യുക, നമ്മൾ ബിസ്ക്കറ്റ് ക്രീമും ബിസ്ക്കറ്റ് രണ്ടും വെവ്വേറെ വേർതിരിച്ച് വെക്കാം. അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റ് ഇതാ കവറൊക്കെ കളഞ്ഞ് വേർതിരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി വെക്കണം. ഇതേപോലെ ഇങ്ങനെ എല്ലാ വൈറ്റും കൂടി എന്ത് ചെയ്യുക, ഒരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. അങ്ങനെ അവസാനമായിട്ടുള്ള ബിസ്ക്കറ്റാണ്. ഇതുകൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക, നമ്മളെ ഈ ബിസ്ക്കറ്റ്, നമ്മളെ ക്രീമൊക്കെ മാറ്റി വെച്ച ബിസ്ക്കറ്റ് എന്ത് ചെയ്യുക, ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ജാറിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അങ്ങനെ അത് അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. 1 കപ്പ് ഷുഗർ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. പൊടിച്ച ഷുഗർ കേട്ടോ, ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടോ. ഇതിലേക്ക് അതിനത്രയൊന്നും ആവശ്യമില്ല, കാരണം ഓരോ ബിസ്ക്കറ്റിൽ ഏകദേശം ഇൻഗ്രീഡിയൻസൊക്കെ ചേർന്ന് വരുന്നതാണ്. ഏതായാലും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. ബേക്കിംഗ് സോഡ ഓവർ ആക്കണില്ല. ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. നമ്മളെ ഇത് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അവിടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 1/2 കപ്പ് കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനത്തെ ബാറ്റർ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. കേക്ക് പാനിലേക്ക് അല്പം എണ്ണാക്കി കൊടുക്കാം കേട്ടോ അടിഭാഗത്ത്. ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു അല്പം എണ്ണ ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. സൈഡ് ഭാഗത്തും അല്പം ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ എണ്ണ. കേക്ക് ബാറ്റർ എന്ത് ചെയ്യുക, ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഒരു വട്ടക്കണി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച പാത്രം ഒന്ന് പതുക്കെ വെച്ച് കൊടുക്കാം. ഇനി ഒരു 35 മിനിറ്റ് എന്ത് ചെയ്യുക, നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുക, ചെറിയ ചെറിയ പീസാക്കിയാണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഉൾഭാഗത്തുനിന്ന് ഇങ്ങനെ പതുക്കെ എടുക്കാം. ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ അത് ഏകദേശം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അതൊന്ന് സ്റ്റൗമ്മ വെച്ചാണ്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അത് ചോക്ലേറ്റ് നല്ലോണം സ്റ്റൗമ്മ വെച്ചാണ്ട് മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മളെ ഓറിയോൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു അല്പം പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഏകദേശം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ശേഷം കാണാം. കേക്ക് ഇങ്ങനെ ഉണ്ട് നോക്കാം. ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഒന്ന് കുത്തി വെക്കട്ടെ. ഉണ്ടോ, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. അങ്ങനെ ചോക്ലേറ്റ് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി എന്തൊരു അല്പം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഏകദേശം ചോക്ലേറ്റ് അങ്ങ് റെഡി ആയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഇല്ല, പകരം നമ്മൾ ചോക്ലേറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ കേക്ക് എടുത്തിട്ട് 2 ലെയറായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ കേക്ക് ഇത് അവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇങ്ങനെ എടുക്കാം കേട്ടോ. നല്ല കിടലനായിട്ട് സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, 2 സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഉണ്ടല്ലേ, നമ്മുടെ ബാക്കിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒഴിവാക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒറ്റ ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. നല്ല സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് കട്ടിങ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ലെയർ ഒന്ന് മാറ്റി വെക്കാം. നല്ല സ്മൂത്തായിട്ട് കേക്ക് ഉണ്ടാകും കേട്ടോ അല്ലേ, നല്ല അടിപൊളിയായിട്ട്. ഇനി എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കത്. ചോക്ലേറ്റ് ഒന്ന് ഇതിലേക്ക് അല്പം ഒന്ന് അടിഭാഗത്ത് പറ്റി കൊടുക്കട്ടോ. നമ്മളെ ഫസ്റ്റ് ലെയർ കേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പാലിട്ടോ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പൊടിച്ച ഷുഗർ എടുത്താണ്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ് നമ്മളെ പാലിൽ. എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. ക്രീം ഒന്ന് പറ്റി കൊടുക്കാം. എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. സെക്കൻഡ് ലെയർ കൂടി വെച്ചെടുക്കാം കേട്ടോ. മിൽക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കാം കേട്ടോ. സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം. സൈഡൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈനിങ് ആക്കി എടുക്കാം കേട്ടോ. മുകൾ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കാം. ഓവറാക്കി ലെവലാക്കണില്ല കേട്ടോ. അങ്ങനെ അവിടെ കേക്ക് ഇത് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി ചെറിയ ഡിസൈനിങ് ചെയ്യാണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ഇങ്ങനെ പൗതിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നിങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ അത് ഏകദേശം ഇത് അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓരോ ബിസ്ക്കറ്റ് പൊടിച്ചതാട്ടോ, ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് അവിടെ കേക്ക് ഇത് അവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാട്ടോ, കാരണം ചോക്ലേറ്റ് ആയതുകൊണ്ട് വല്ലാണ്ട് നമുക്ക് സെറ്റാക്കാൻ വെക്കണ്ട. എന്നാലും ഒരു തണുപ്പിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെക്കാം. അങ്ങനെ അവിടെ ഓറിയോ ചോക്ലേറ്റ് കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ പതുക്കെ അങ്ങനെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യാം. എങ്ങനെ നോക്കിയാലോ, അങ്ങനെ പതുക്കെ അങ്ങനെ എടുക്കട്ടോ. ഓഹ് അടിപൊളി, നല്ല കിടിലൻ. എങ്ങനെ ഉണ്ട് നമുക്ക് കഴിച്ചൊക്കെ. പിന്നെ പതുക്കെ അങ്ങനെ എടുക്കുകയാണ്. ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ നല്ല കിടിലനായിട്ട് സൈഡിലൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങനെ കഴിച്ചു നോക്കിയാലോ അല്ലേ. അടിപൊളിട്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. ഓറിയോ ചോക്ലേറ്റിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിച്ച് ഫുള്ള കട അത് കിടിലൻ ടേസ്റ്റ് കേട്ടോ. ഏതായാലും കിടിലൻ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇപ്പോൾ ആ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയതുമാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ല നല്ല കിടിലൻ റെസിപ്പി ആയിട്ട്
ഇനിയും കാണാം. അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് കൊടുക്കാണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.